എല്ലാവർക്കും വരുന്ന പാചകത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആരോമൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ പെരട്ടാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നത് കറിവേപ്പില, അതുപോലെ തന്നെ പുതിനയില, പിന്നെ രമ്പയില എന്ന് പറയും, നമ്മുടെ പാണ്ടൻ ലീവ്സ് ഒക്കെ ഇല്ലേ അതിന് പറയുന്നതാണ്. അപ്പം അതെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതല്ല സമയമില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഒരു 1/2 കിലോളം ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചേക്കുന്നത്. നമ്മൾ അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് പുതിനയില, പിന്നെ നമ്മുടെ സ്പെഷ്യൽ സാധനമായിട്ടുള്ള രമ്പയില കേട്ടോ. അപ്പം ഇത് 3 ഇട്ട് കൊടുക്കുക. ഈ ഇലയൊക്കെ ഒന്ന് പൊട്ടി ആ ഒരു എന്താ പറയുക, ആ ഒരു സൗണ്ടൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. ഇതൊരു 1 ടേബിൾ സ്പൂണോളം ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇപ്പം ആ ഇലയുടെയും ആ മുളക് എണ്ണയിൽ മൂത്ത നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൽ നിന്നൊരു ശകലം വെള്ളം ഇറങ്ങി വരും. അപ്പം ആ ഒരു വെള്ളത്തിലും പിന്നെ ആ ഒരു ചൂടിലും പിന്നെ നമ്മുടെ ഒഴിച്ച വെളിച്ചെണ്ണയിലുമാണ് ശരിക്കും നന്നായിട്ട് കുക്കായി വരേണ്ടത്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ട് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാം കേട്ടോ. ഇപ്പം ആ ചിക്കനിൽ നിന്നുള്ള കുറച്ച് വെള്ളം ഇറങ്ങി വന്ന് മേളിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക. ഇതിപ്പോൾ ഏകദേശം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം ഇപ്പം എന്തായിരുന്നേ. ഇപ്പം ആ ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളമൊക്കെ കുറച്ച് വറ്റി, മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ആ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തീ ഒന്ന് കൂട്ടിയിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് സെർവ് ചെയ്യാം.